സിബിനും പൂജയും നാട്ടിലെത്തി. സിജോ വീട്ടിന്റെ ഉള്ളിലേക്കും കയറി. ഇത് ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാം. ആകെ സംഭവിച്ചിരിക്കുന്നത് ബിഗ് ബോസ് വീട് ശോകമുഖമായി എന്നുള്ളതാണ്. അതേപോലെ സിബിനെ നമ്മുടെ പ്രേക്ഷകർക്ക് നന്നായി മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനിടയിൽ ജാസ്മിനെ ഉപദേശിച്ച് സ്വയം പെട്ടുപോയ റസ്മിൻ ജബ്രികളുടെ കാര്യത്തിൽ ഇനി ഇടപെടാൻ സാധ്യതയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ജാസ്മിനും ജിൻഡോയും ഒരേ ഗ്രൂപ്പിലായതുകൊണ്ട് പ്രത്യേകിച്ച് അവർ തമ്മിലുള്ള വഴക്കും ഇപ്പോൾ നടക്കുന്നില്ല. പവർ ടീമിൽ ഗബ്രി കയറിയത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചിട്ട് ഗബ്രി അറ്റാക്ക് ചെയ്യാനും ആർക്കും സാധിക്കുന്നില്ല. ഗബ്രി വളരെ സേഫ് സോണിലാണ് ഇപ്പോൾ ഉള്ളത്. സിബിൻ വന്നപ്പോൾ എല്ലാവരും സിബിന്റെ നിഴലിലായി പോയിരുന്നു. പക്ഷെ ആ നിഴലിൽ നിന്നും ഊർജം വലിച്ചെടുത്ത് രക്ഷപ്പെട്ട രണ്ടാൾക്കാരുണ്ട്. അവരാണ് ഋഷിയും ശരണ്യയും. അതും ഇപ്പൊ സിബിൻ പോയി, പക്ഷെ ശരണ്യയും ഋഷിയും കുറച്ച് നമുക്ക് ആക്റ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടപെടാൻ ആർക്കും ഒരു വിഷയമില്ലാതെ വളരെ ശോകമൂകമായ ഒരു അവസ്ഥയിലാണ് ബിഗ് ബോസ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരണ്യയും ഋഷിയും ശ്രീരേഖയും ഗബ്രിയും വീണ്ടും പവർ ടീമിൽ എത്തിയതോടെ ഇനി അടുത്തെങ്ങ നോമിനേഷനിൽ അവരിൽ കാണാൻ സാധിക്കില്ല. ഇന്നലെ നടന്ന പവർ ടീമുമായുള്ള ടാസ്കിൽ ഗബ്രിയും ജിൻഡോയുമായി ചെറിയൊരു മൽപ്പിടുത്തം നടന്നപ്പോൾ സ്വന്തം ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കാതെ പവർ ടീമിലെ ഗബ്രിയോടൊപ്പമായിരുന്നു ജാസ്മിൻ. എന്ത് പറയാനാണ് ഭഗവാനെ, ഈ ഒരളവിൽ പരിഗണന കിട്ടാൻ മാത്രം ഗബ്രിക്ക് യോഗ്യതയുണ്ടോ എന്ന് പോലും നമുക്ക് ചിലപ്പോൾ തോന്നും. അല്ല, കഴിഞ്ഞ 2 ദിവസം ലൈവിൽ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ കണ്ടപ്പോൾ തോന്നിയതാണ്. അതുപോലെ ഒരു നല്ലൊരു മാറ്റം നടന്നിരിക്കുന്ന അൻസിബയ്ക്കാണ്. അൻസിബയെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അൻസിബ ശരിക്കും പറഞ്ഞാൽ ഒട്ടും സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിലും കിച്ചണിൽ തന്നെയായിരുന്നു. ജാസ്മിൻ ആണെങ്കിൽ പണിയെടുക്കുന്നതിൽ നിന്നൊക്കെ ചെറിയ തോതിൽ എസ്കേപ്പായി അങ്ങനെ പോവുകയാണ് ഉണ്ടായത്. പ്രേക്ഷകരിൽ നിന്നും കിട്ടിയ ആ ഒരു സ്നേഹം നിലനിൽക്കുകയാണെങ്കിൽ അൻസിബ തീർച്ചയായും കുറെ നാളിൽ നമുക്ക് ബിഗ് ബോസ് വീട്ടില് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഇന്ന് ദിലീപ് ഏട്ടൻ തന്റെ സിനിമയായ പവി കെയർടേക്കറിന്റെ ഒരു പ്രമോഷനുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് ഒരു കാര്യം പറയുകയുണ്ടായി. ആർക്കെങ്കിലും പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ആസ്ക് ഫോർ എ ഡേറ്റ്, പ്രപ്പോസ് എന്നൊക്കെ. ഇത് കേട്ടപ്പോൾ ജാസ്മിന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. പക്ഷേ ഗബ്രി അത് ശ്രദ്ധിച്ചതുപോലുമില്ല. ഗബ്രിയുടെ മുഖത്തിൽ നിന്നും തീർച്ചയായിട്ടും അതൊരു വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നേയില്ല. സത്യത്തിൽ ഈ പ്രണയം എന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒരു നിർവചനം തന്നെ വ്യത്യസ്തമാണ്. അതായത് അവർ രണ്ടുപേരും 2 ഇടത്തിൽ നിൽക്കുന്നവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ കൂടുതൽ വേദനിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഗബ്രിയുടെ പിന്നാലെ തന്നെയായിരുന്നു 2 ദിവസമായിട്ട്. ജാസ്മിൻ 2 ദിവസമായി ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ്. വീണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗബ്രി ജാസ്മിനെ സോപ്പിട്ട് വീണ്ടും തന്റെ വഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇന്ന് നടന്ന ആ ഒരു ജയിൽ നോമിനേഷൻ, അതിൽ 50 ദിവസം അടുക്കുമ്പോൾ ഇതുവരെ വേണ്ടത്ര സജീവമല്ലാത്ത, സ്വയം ഒരു പുരോഗതിയും ഇല്ലാത്ത അവിടെ നിൽക്കുന്ന ആൾക്കാരെ ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ജിൻഡോയുടെ പേരാണ് പവർ ടീം നോമിനേറ്റ് ചെയ്തത്. അത് വലിയൊരു കോമഡിയായി പോയി. അതുപോലെ തന്നെ നോറയടക്കം കുറച്ചു പേർ പറഞ്ഞത് ജാസ്മിന്റെ പേരുമാണ്. 50 ദിവസം ഇവര് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആർക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും അവർക്ക് ഈ ആഴ്ച അൻസിബ ഒറ്റയ്ക്ക് കിച്ചണിൽ വർക്ക് ചെയ്തതും ജാസ്മിൻ കുറച്ച് രക്ഷപ്പെട്ട് നടന്നതും ഒക്കെ ബന്ധപ്പെട്ടിട്ട് അവരുടെ ഉള്ളിലുള്ള ദേഷ്യത്തിലാണ് നോറയടക്കം കുറച്ചു പേർ ജാസ്മിന്റെ പേര് ജയിൽ നോമിനേഷനിലേക്ക് എടുത്തിട്ടത്. ഇനി എന്തായാലും ജിൻഡോയും ജാസ്മിനും കൂടെ ഒരുമിച്ചിട്ട് ജയിലിലേക്ക് പോകാൻ പോവുകയാണ്. ഇനി ബിഗ് ബോസിന് ഇന്ന് കണ്ടന്റിന്റെ പൂരം തന്നെ ആയിരിക്കും.